നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ MP. കുഞ്ഞികൃഷ്ണന്റെ തീരുമാനത്തെ വിലമതിക്കുമെന്നും സുധാകരൻ. ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പനക്കാരനായ വയോധികന്റെ 1000 രൂപ തട്ടിയെടുത്തതായി പരാതി. ലോട്ടറിയിൽ സമ്മാനത്തുകയുടെ ഒരു നമ്പർ കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്തെ SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വെള്ളിയാഴ്ച ആരംഭിക്കും. തലശ്ശേരിയിൽ 20 കുപ്പി വിദേശ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. RPF നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ ഗോവൻ മദ്യം കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ MP. കുഞ്ഞികൃഷ്ണന്റെ തീരുമാനത്തെ വിലമതിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. CPMന്റെ കാപ്പട്യം പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ച സാധാരണക്കാരനായ പാർട്ടിക്കാരനാണ് കുഞ്ഞികൃഷ്ണൻ. ഇടതുപക്ഷത്തിന് നെഞ്ചത്ത് ചവിട്ടുന്ന ഇതുപോലുള്ള സംഭവം ആദ്യമാണ്. അദ്ദേഹം സത്യസന്ധമായാണ് കാര്യം പറഞ്ഞത്. PK ശശി മത്സരിച്ചാൽ പിന്തുണ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വാഭാവികമായും ഇതിന്റെ അകത്ത് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയാണ്. ഇടതുപക്ഷത്തിന്റെ അകത്ത് നിന്ന് പാർട്ടി അണികൾ വളരെയേറെ പൊട്ടിത്തെറിക്കുന്ന ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് അവരിപ്പൊന്നുള്ളത്. എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ പ്രശ്നത്തിന്റെ ഒന്നും പരിഹാര നടപടിയല്ല, അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അസ്തിത്വമാണ് ഒരു പ്രശ്നം. ആ അസ്തിത്വം കവർ ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന ആളുകളോർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അണികൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജനം കാർക്കിച്ച് തുപ്പുകയാണ്. അത്ര മോശമാണ് അതിന്റെ പ്രതിഫലനം. നാണവും മാനവുമുണ്ടെങ്കിൽ അവർ മത്സരിക്കരുത്. അണികൾ പൊട്ടിത്തെറിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണുള്ളത്. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ്. അത്ര മോശമാണ് അതിന്റെ ഒരു റിസൾട്ടിന്റെ റിയാക്ഷൻ. നാണവും മാനവും ഉണ്ടെങ്കിൽ അവർ മത്സരിക്കാൻ പാടില്ല. അത്ര പബ്ലിക്കിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം പറയേണ്ടത് പാർട്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ വിമതനായി മത്സരിക്കാനുള്ള സാധ്യത ഏറുകയാണ്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് UDF കാര്യമായി കടന്നിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാൽ UDF പിന്തുണ നൽകുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പനക്കാരനായ വയോധികന്റെ 1000 രൂപ തട്ടിയെടുത്തതായി പരാതി. ലോട്ടറിയിൽ സമ്മാനത്തുകയുടെ ഒരു നമ്പർ കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ ജൂബിലി കോംപ്ലക്സിന് താഴെ വെച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്ന എരഞ്ഞോളി കൊടക്കളത്തെ ഹരീഷിനെയാണ് തട്ടിപ്പിനിരയായത്. ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പനക്കാരനായ വയോധികന്റെ 1000 രൂപ തട്ടിയെടുത്തതായി പരാതി. ലോട്ടറിയിൽ സമ്മാനത്തുകയുടെ ഒരു നമ്പർ കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ജൂബിലി കോംപ്ലക്സിന് താഴെ വെച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്ന എരഞ്ഞോളി കൊടക്കളത്തെ ഹരീഷിനാണ് തട്ടിപ്പിനിരയായത്. വ്യാഴാഴ്ച രാവിലെ 10ഓടെയാണ് സംഭവം. 72, 75, 97 നമ്പറിന് 1000 രൂപ സമ്മാനമുണ്ടെന്നും തുക തന്നാൽ 4 ടിക്കറ്റ് എടുക്കാമെന്നും പറഞ്ഞ് പ്രായമുള്ള മെലിഞ്ഞു വെളുത്ത ഒരാളായിരുന്നു തട്ടിപ്പിന് ഇരയാക്കിയത്. നമ്പർ ഒത്തുനോക്കി ഇയാൾ പറഞ്ഞതുപോലെ 4 ടിക്കറ്റും 800 രൂപയും നൽകുകയായിരുന്നു. ലോട്ടറി മാറ്റി പണം വാങ്ങാൻ പോയപ്പോഴാണ് ഹരീഷൻ തട്ടിപ്പിനിരയായത് മനസ്സിലായത്. കയ്യിൽ പണം ഇല്ലാത്തതിനാൽ പരിചയക്കാരനായ ഒരു മത്സ്യക്കച്ചവടക്കാരനിൽ നിന്നും 800 രൂപ കടം വാങ്ങിയാണ് ഹരീശൻ ഇയാൾക്ക് നൽകിയത്. പിന്നെ 1000 രൂപ പ്രൈസിൽ വന്ന് മീൻ വെക്കുന്ന ആൾ ഇരുന്നു. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പൈസ തരാം, 4 ടിക്കറ്റിൽ പോകുന്നത്, അതുകൊണ്ട് മാറി തന്നിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ മീൻ വെക്കുന്ന ആളാണ് പൈസ ഈ പ്രൈസ് വന്നെന്ന് പറഞ്ഞ് കക്ഷിക്ക് കൊടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് ലോട്ടറി പോയി മാറാൻ പോയപ്പോഴാണ് അത് പ്രൈസിലുണ്ടായിരുന്നു ലോട്ടറിയിലുണ്ടായ നമ്പർ തിരിച്ചതാണെന്ന് പറഞ്ഞത്. ഇരുകാലുകൾക്കും അസുഖമുള്ള ഹരീശൻ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ്. തലശ്ശേരിയിൽ 20 കുപ്പി വിദേശ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. RPF നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ ഒളിപ്പിച്ച ഗോവൻ മദ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം RPF നടത്തിയ പരിശോധനയിൽ 3 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിരുന്നു.
പിടികൂടിയ മദ്യം എക്സൈസിന് കൈമാറി. തലശ്ശേരി റെയിൽവേ പോലീസ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മദ്യം കണ്ടെത്തിയത്. മംഗളൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് 23 കുപ്പി ഗോവൻ മദ്യം കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 1:15 സംഭവം. 750 ml മദ്യം നിറച്ച 22 കുപ്പികളും 2 ലിറ്ററിന്റെ ഒരു കുപ്പിയുമാണ് RPF SI KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ പരിസരത്ത് നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയിരുന്നു. പിടികൂടിയ മദ്യം എക്സൈസിന് കൈമാറി. RPF ഉദ്യോഗസ്ഥരായ ET പവിത്രൻ, റിബേഷ്, വിജേഷ്, അബ്ദുൾ ഷുക്കൂർ എന്നിവരും പരിശോധനയിൽ സംബന്ധിച്ചു. സംസ്ഥാനത്തെ SSLC 1ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വെള്ളിയാഴ്ചയും ആരംഭിക്കും. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ വ്യാഴാഴ്ചത്തെ SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7 ആരംഭിച്ച് 28 പൂർത്തിയാക്കും. മെയ് 3ാം വാരത്തിനുള്ളിൽ SSLC ഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയ്ക്കായി കേരളത്തിലും ഗൾഫ് മേഖലയിലും ലക്ഷദ്വീപിലുമായി ആകെ 3047 കേന്ദ്രങ്ങളിൽ 4,11,000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ച് കരുതൽ നൽകി കതിരൂരിലെ ജനപ്രതിനിധികൾ. പരീക്ഷാ ഭീതി അകറ്റുകയും കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നതിനായാണ് ആദ്യ ദിവസം ഇത്തരമൊരു വേറിട്ട സ്വീകരണം സംഘടിപ്പിച്ചത്. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചുണ്ടങ്ങാപ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനെത്തിയപ്പോൾ ജനപ്രതിനിധികൾ നേരിട്ടെത്തി ആശംസകൾ നേർന്നു. പരീക്ഷയെ ശാന്തമായ മനസ്സോടെ നേരിടാൻ പ്രോത്സാഹനം നൽകുകയും കുട്ടികളെ കൂൾ ആക്കാനുള്ള സൗഹൃദപരമായ ഇടപെടലുകളുമാണ് ജനപ്രതിനിധികൾ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുധീഷ്, കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോസ്ന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സംഗീത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിത്ത്, സജിന, ജസീദ, പ്രസീല എന്നിവരും PTA പ്രസിഡന്റ് TK ഷാജിയും ചേർന്നാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ച് ആശംസകൾ നേർന്നത്. പരീക്ഷാ ദിവസത്തെ മാനസിക സമ്മർദ്ദം കുറച്ച് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ സഹായിക്കുന്നതിൽ ഇത്തരം സ്വീകരണങ്ങൾ വലിയ പ്രചോദനമാണെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള വനം വകുപ്പിന്റെ ഓപ്പറേഷൻ ഗജമുക്തി ദൗത്യത്തിന്റെ ഭാഗമായി ആറളം ഫാമിൽ നിന്നും 2 കാട്ടാനകളെ കൂടി വിജയകരമായി വനത്തിലേക്ക് തുരത്തി. ആറളം വൈൽഡ് ലൈഫ് വാർഡന്റെയും കൊട്ടിയൂർ റേഞ്ച് ഓഫീസറുടെയും നേതൃത്വത്തിലായിരുന്നു ദൗത്യം. ആറളം ഫാം ബ്ലോക്ക് 7-ലെ വയനാടൻ കാടിന്റെ ഭാഗത്തു നിന്നാണ് എലിഫന്റ് ഡ്രൈവ് ആരംഭിച്ചത്. ദൗത്യം തുടങ്ങി അധികം വൈകാതെ തന്നെ 2 കാട്ടാനകളെ സംഘം കണ്ടെത്തി. ഇതിൽ ഒരു ആനയെ ഹെലിപ്പാഡ് ഭാഗത്തേക്ക് കടത്തിവിടാൻ സാധിച്ചെങ്കിലും രണ്ടാമത്തെ ആന തിരിഞ്ഞുപോയിരുന്നു. തുടർന്ന് ദൗത്യ സംഘം തിരച്ചിൽ പുനരാരംഭിക്കുകയും കഠിന ശ്രമത്തിനൊടുവിൽ ഈ 2 ആനകളെയും താളിപ്പാറ വഴി കോട്ടപ്പാറ ഫെൻസിംഗ് കടത്തി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് വിജയകരമായി തുരത്തുകയായിരുന്നു. വിപുലമായ സന്നാഹങ്ങളോടെ ദൗത്യ സംഘത്തിന്റെ ദൗത്യത്തിൽ വനവകുപ്പിലെ വിവിധ സെഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വാച്ചർമാരും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 30 അംഗങ്ങളാണ് പങ്കെടുത്തത്. കീഴ്പള്ളി, മണത്തണ, തോലമ്പ്ര, ആറളം സെഷനുകളിലെയും ഇരട്ടി, നരിക്കടവ് സ്റ്റേഷനുകളിലെയും ജീവനക്കാർ ഡ്രൈവിംഗ് ടീമിന്റെ ഭാഗമായി. പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി 4 വനവകുപ്പ് വാഹനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചിരുന്നു. സുരക്ഷ ഉറപ്പാക്കി വകുപ്പുകളുടെ ഏകോപനം, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പൂർണ്ണ മുൻഗണന നൽകിയായിരുന്നു ഇന്നത്തെ ഓപ്പറേഷൻ. ജഗന്നാഥ ക്ഷേത്രം ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ കരിയാട് സ്വദേശിയുടെ ഓട്ടോറിക്ഷയുടെ മുൻഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടെത്തി. കരിയാട് വട്ടപ്പറമ്പത്ത് നവനീതത്തിൽ C സുധീഷ് കുമാറിന്റെ KL 58H3319 നമ്പർ ഓട്ടോറിക്ഷയാണ് അജ്ഞാതർ തകർത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8:15 ശേഷം ടംബിൾ ഗേറ്റ് കാരയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് ഓട്ടോ പാർക്ക് ചെയ്ത് ജഗന്നാഥ ക്ഷേത്രം ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് അജ്ഞാതർ ഗ്ലാസ് തകർത്തത്. കരിയാട് വട്ടപ്പറമ്പത്ത് നവനീതത്തിൽ C സുധീഷ് കുമാറിന്റെ KL 58H3319 നമ്പർ ഓട്ടോറിക്ഷയാണ്
അജ്ഞാതർ തകർത്തത്. ചൊവ്വാഴ്ച രാത്രി 8:15 ശേഷം ടെമ്പിൾ ഗേറ്റ് കാരയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് ഓട്ടോ പാർക്ക് ചെയ്ത് ജഗന്നാഥ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു സുധീഷ്. രാത്രി 11:15 മടങ്ങിയെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ മുൻ ഗ്ലാസ് തകർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സംഭവം തലശ്ശേരി പോലീസ് അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു. ഞാനും എൻ്റെ ഫാമിലിയും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ആ സമയത്ത് നമ്മുടെ കാരയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ എൻ്റെ ഓട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നവരാണ് ഇത് കാണുന്നത്. ഒരു 11:15 ഞാൻ തിരിച്ചു വന്നത്. അപ്പോഴാണ് വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ടി കാണുന്നത്. ആരാണ്, എങ്ങനെയാണ്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോലീസ് അറിയിക്കുകയും പോലീസ് വരികയും തലശ്ശേരി കൺട്രോളിൽ വണ്ടി കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ നമുക്കൊരു അറിയാൻ ആഗ്രഹമുണ്ട്. എന്താ ഉൽപാദന സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള കൂത്തുപറമ്പ് നഗരസഭാ ബജറ്റിന് അംഗീകാരം. പ്രാരംഭ നീക്കിയിരിപ്പ് ഉൾപ്പെടെയുള്ള മതിപ്പ് ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ എം വി ശ്രീജ അവതരിപ്പിച്ചത്. ഉൽപാദന സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് കൂത്തുപറമ്പ് നഗരസഭയിൽ അവതരിപ്പിച്ചത്. പ്രാരംഭ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 70,58,1333 രൂപ വരവും 68,51,52,240 രൂപ ചെലവും 2,06,49,093 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള മതിപ്പ് ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ എം വി ശ്രീജ അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് അധ്യക്ഷനായി. ആധുനിക ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണത്തിന് ബജറ്റിൽ 13 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ KURDFCയിൽ നിന്ന് 37 കോടി രൂപ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. കാർഷിക മേഖലയ്ക്ക് 45 ലക്ഷം രൂപയും ആടുഗ്രാമം പദ്ധതി ഉൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് 10 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. റോഡുകളുടെ നവീകരണത്തിന് 6 കോടി രൂപയും 3000 കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്നതിന് 2.3 കോടി രൂപയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,61 കോടി രൂപയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിന് 30 ലക്ഷം രൂപയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ 300 പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും പരിപാലനത്തിനുമായി 20 ലക്ഷം രൂപയും ഹാപ്പിനെസ് സ്ക്വയർ മാതൃകയിൽ ടൗൺ സ്ക്വയർ നവീകരണത്തിനായി 5 ലക്ഷം രൂപയും വകയിരുത്തി. സ്ഥിരസമിതി അധ്യക്ഷൻ എൻ ഷാജി, കൗൺസിൽ പാർട്ടി ലീഡർമാരായ എൻ ധനഞ്ജയൻ, VP മുഹമ്മദ് റാഫി, MP സുരേഷ് ബാബു, PK സതീശൻ, KV ജയരാജ്, സുധീർ ബാബു, ജിഷ രജനേഷ്, K രമിത എന്നിവർ ബജറ്റിനെ പിന്തുണച്ച് സംസാരിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ R ഹേമലത, ഫാത്തിമത്തുൽ ഹഷിദ, P ശ്രീലത, AP ശ്യാംജിത്ത്, കൗൺസിലർമാരായ C സബിന, നിത മണ്ടോടി, E സബിൻ, മുഹമ്മദ് മൻസൂർ, ദിവ്യ രമേശൻ, K സുധീഷ്, M പ്രദീപൻ, ദീപു കുമാർ, അഡ്വക്കേറ്റ് T സുജിഷ, P ആതിര, CK ഷൈന, K വിനീത എന്നിവരും പങ്കെടുത്തു. രാജ്യാന്തര വനിതാ ദിനത്തിന് മുന്നോടിയായി ജില്ലയിലെ 35 ചിത്രകാരികൾ വരച്ച പെയിന്റിങ്ങുകളുടെ പ്രദർശനത്തിന് കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ മികച്ച പ്രതികരണം. മിഴി എന്ന ചിത്രകാരി കൂട്ടായ്മയുടെ 6ാമത് പ്രദർശനമാണിത്. പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. പല മേഖലയിൽ ജോലി ചെയ്യുന്നവരും ചിത്രകല പഠിച്ചവരും സ്വയം പഠിച്ചവരും ചിത്രകലയിൽ ശ്രമം നടത്തുന്നവരും സ്വന്തം കലാവാസന കൊണ്ട് മാത്രം ചിത്രകലയിലേക്ക് പ്രവേശിച്ചവരുമായ വനിതകളാണ് ദൃശ്യസമ്പന്നമായ പ്രദർശനമൊരുക്കിയത്. കണ്ണൂർ ജില്ലയിലെയും മാഹിയിലെയും 35 ചിത്രകാരികളുടെ 70 രചനകളാണ് പ്രദർശനത്തിലുള്ളത്.
ഓരോ വർഷവും ഓരോ ഇടങ്ങളിൽ പ്രദർശനം നടത്താറുണ്ടെന്നും ഇത് 6ാമത് പ്രദർശനമാണെന്നും ചിത്രകാരികളായ നിഷ ഭാസ്കരനും EV റബ്നയും പറഞ്ഞു. ഈ മിഴി എന്ന ഈ വനിതകളുടെ ചിത്ര പ്രദർശനത്തിൽ പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ചിത്രകാരികളുമുണ്ട്, വേറെ ജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ ഹൗസ് വൈഫ്സ് ഉണ്ട്, നമ്മൾ ഇമ്മേച്വർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്മാരുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്മാരുണ്ട്. എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്ര പ്രദർശനം നമ്മൾ കളക്ട് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല പ്രദർശനം നടത്തിയത്. നമ്മൾ ഓരോ സ്ഥലത്ത് ഇപ്രാവശ്യമാണ് തലശ്ശേരി ഭാഗം കതിരൂരിൽ, മുമ്പേ പയ്യന്നൂർ ആർട്ട് ഗാലറിയിലായിരുന്നു, ലളിതകല ആർട്ട് ഗാലറിയിലായിരുന്നു, പിന്നെ കണ്ണൂർ വെച്ചിട്ട് സ്പേസ് ആർട്ട് ഗാലറിയിലാണ്. അങ്ങനെ ഓരോ സ്ഥലത്തിൽ വ്യത്യസ്തമായി അവിടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രദർശനം നമ്മൾ നടത്തിയത്. വിഭിന്ന ശൈലികൾ കൊണ്ടും നിറക്കൂട്ടുകൾ കൊണ്ടും ആശയാവതരണ രീതികൾ കൊണ്ടും ആസ്വാദക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പ്രദർശനം നൽകുന്നത്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനം ഏറെ ആസ്വാദ്യകരമാണെന്ന് സുരേഷ് കൂത്തുപറമ്പ് പറഞ്ഞു. എനിക്കൊന്ന് കതിരൂർ ഗാലറിയുടെ ഇവരുടെ ഒരു 3-4 വർഷത്തിന് പ്രവർത്തനത്തിനിടയിൽ പല ചിത്രകാരന്മാർക്കും ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 35ഓളം ചിത്രകാരികളുടെ വ്യത്യസ്തമായ വർക്കുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മേള എന്ന നിലയിൽ വളരെ സുന്ദരമായി തോന്നുന്നു. കാരണം ആളുകളുടെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഇല്ലാതെ അവനവൻ്റെ സ്വതസിദ്ധമായ ചിത്രങ്ങളെ പ്രദർശിപ്പിക്കാൻ ഒരിടം നൽകുക എന്നത് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഒരു ചിത്രം എക്സിബിറ്റ് ചെയ്യാൻ ഒരാൾക്ക് വളരെയധികം എക്സ്പെൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ചും ഗാലറി എന്ന നിലയിൽ കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ ഗാലറി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് വളരെയധികം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 35 ചിത്രകാരികളെ ഒരേ തലത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസായിട്ടുള്ള ചില ആളുകളും എൻ്റെ സഹപ്രവർത്തകരായ പലരുടെയും ചിത്രങ്ങളൊക്കെ ഇതിലുണ്ട്, പ്രത്യേകിച്ച് ജോളിയുടെയൊക്കെ. അപ്പോൾ ഈ ചിത്രം ഒരു മികവാർന്ന ചിത്ര പ്രദർശനമായി തോന്നുന്നു. എല്ലാവിധ ആശംസകളും ഈ കലാകാരന്മാരായിരിക്കും നേരുന്നു. പല പ്രായത്തിലുള്ള ചിത്രകാരികൾ കൈകാര്യം ചെയ്യുന്ന ചിത്ര രീതികൾ കേരളീയ ചുമർ ചിത്രകലാ ശൈലിയിലുള്ളതാണ്. തെയ്യം, കഥകളി പോലുള്ള സാംസ്കാരിക കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരവും പ്രകൃതിയുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളും പ്രതിപാദിക്കുന്നു. അമൂർത്തമായ ആശയങ്ങളെ, പരിചിതമായ രൂപങ്ങളെ മറികടന്നുള്ള രചനകളുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ സ്ത്രീകൾ കൂടുതലായി ചിത്രകലാ രംഗത്തേക്ക് കടന്നുവരുന്ന പ്രവണത കൂടുതലാണെന്നും മിഴി നടത്തുന്ന പ്രദർശനം അഭിമാനകരമാണെന്നും സിനിമാ സംവിധായകൻ പ്രദീപ് ചുക്ലി പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെയും മാഹിയിലെയും 35ഓളം ചിത്രകാരികളുടെ ചിത്ര പ്രദർശനമാണ് കതിരൂർ ആർട്ട് ഗാലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പുതുമുഖ ചിത്രകാരികളുണ്ട്. അതേപോലെ തന്നെ നല്ല എക്സ്പേർട്ടായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ചിത്രകാരികളുണ്ട്. നല്ല മികച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുപോലെ ശരാശരി ചിത്രങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ഉദ്യമത്തിന് നന്നായി സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായ മിഴി എന്ന പേരിൽ ഇട്ടുകൊണ്ടാണ് ഈ പ്രദർശനം ഇവിടെ അവർ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം പ്രദർശനങ്ങൾ വീണ്ടും വരേണ്ടതാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് സമൂഹത്തിൽ മുഖ്യധാരയിൽ ചിത്രകലാ രംഗത്തേക്ക് സജീവമായി കടന്നുകൊണ്ട് വരുന്ന ഒരു പ്രവണത ഇവിടെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കൂടി വരികയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ചിത്ര പ്രദർശനമെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്നയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് ഗാലറി സമയം. പ്രദർശനം 7-ന് സമാപിക്കും. സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മീനാക്ഷി ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. തൂവക്കുന്ന് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. തൂവക്കുന്ന് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ ഓഫീസിൽ പ്രവർത്തനം തുടങ്ങി. ഷാഫി പറമ്പിൽ MP പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോഴിക്കോട്ടൊരു സഹോദരി എത്രയോ വർഷം അതുകൊണ്ട് നടന്നു. ഇപ്പൊ ഇതാ എന്താ ചേച്ചിയുടെ പേര് ഉഷ അല്ലെ? ഉഷ എന്ന് പറയുന്ന ഒരു ചേച്ചി വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് നേരിട്ടേണ്ടി വന്ന അവസാനം ആ കത്രിക നീക്കം ചെയ്യാനുള്ള സർജറി പോലും പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ഏറ്റെടുത്തിട്ടാണ് അത് നടപ്പിലാക്കി അമൃതയിൽ നിന്ന് ഇന്നലെ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയത്. നമ്മൾ പാലക്കാട്ടെ വിനോദിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 9 വയസ്സാണ്. മുറ്റത്തൊന്ന് വീണപ്പോ കൈയൊന്ന് പൊട്ടി, കൈ പൊട്ടിയ പ്ലാസ്റ്റർ ഇടും. കൈ പൊട്ടിയ ഏറ്റവും കൂടി പോയാൽ എന്താ, ഒരു സർജറി ചെയ്ത് അതിന്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് ഇടും.
ഇത് രണ്ടും ചെയ്യേണ്ടതിന് പകരം അവരെ ചികിത്സാ പഴം പോലെ കുട്ടിയുടെ കൈ ഇവിടുന്ന് അങ്ങ് മുറിച്ചു മാറ്റുകയല്ലേ. 9 വയസ്സായ ഒരു കുട്ടിയുടെ കൈ അങ്ങ് മുറിച്ചു മാറ്റിയിട്ട് എന്നാ അത് പറ്റിപ്പോയതാണെന്ന് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച, കുടുംബത്തെ ചേർത്ത് പിടിച്ച കുട്ടിക്ക് കൈ പിന്നെ വെച്ചു കൊടുത്തത് പ്രതിപക്ഷ നേതാവാണ്. ആ കുട്ടിയുടെ വീടിനും സ്ഥലത്തിനും വേറെ സംഘടനകൾ ഏറ്റെടുത്ത് വന്നിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ശരിയായത്. ഒരു ഭരണകൂടം ഇങ്ങനെ ധിക്കാരവും ധാർഷ്ട്യവും വീഴ്ചകളൊന്നും അംഗീകരിക്കില്ല. ഒരു മുടിനാരയോളമുള്ള ക്രെഡിറ്റ് ആണെങ്കിൽ അത് എന്റെയാണെന്ന് പറഞ്ഞ് പൂ വിളിച്ച് നടക്കും. കടുകുമണിയോളം വരുന്ന വീഴ്ചകളാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. ഇപ്പൊ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വയനാട്ടിലെ 51 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ താക്കോല് കൈമാറി ആ പ്രസ്ഥാനം പ്രതിപക്ഷത്തിരുന്ന് നടപ്പിലാക്കിയ പ്രവർത്തനം എന്താണ്? പൊയിലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി വിപിൻ അധ്യക്ഷനായി. KPCC മെമ്പർ റിജിൽ മാക്കുറ്റി മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം വി സുരേന്ദ്ര മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറിമാരായ KP സാജു, KP ഹാഷിം, പാഞ്ഞൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP രാമചന്ദ്ര മാസ്റ്റർ, KP അഹമ്മദ്, P കൃഷ്ണൻ മാസ്റ്റർ, KK ഭാസ്കരൻ, MK രാജൻ, T സായന്ത്, സജീവൻ എടവന, പഞ്ചായത്ത് അംഗം റംല, ചെമ്മേരി കാസിം, മുഹമ്മദ് കളപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. പുതുതായി പാർട്ടിയിലേക്ക് വന്നവരെ ഷാഫി പറമ്പിൽ MP ഹാരമണിയിച്ച് ചടങ്ങിൽ സ്വീകരിച്ചു. കുന്നോത്തുപറമ്പ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചാമാളിയതിൽ രാജിന്റെ കുടുംബത്തിന് ഒരുക്കിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. ഷാഫി പറമ്പിൽ MP താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. കുന്നോത്തുപറമ്പിലെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 7 വർഷം മുമ്പ് അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ചാമാളിയതിൽ രാജന്റെ കുടുംബത്തിനാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. ഗാന്ധിയുടെ പേരിൽ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു 1000-ലധികം സ്ക്വയർ ഫീറ്റ് അല്ലെ ഉള്ള ഒരു വീടിന്റെ നിർമ്മാണത്തിന് പിന്നെ ഒരു തീരുമാനമെടുത്തു. കുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി. അതിന് നാട്ടുകാരെല്ലാവരും സഹകരിച്ചു. ഇന്നിപ്പോ കണ്ടാൽ എല്ലാവർക്കും സംതൃപ്തി തോന്നുന്ന മനോഹരമായ ഒരു വീട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഫൗണ്ടേഷനും അതിനോടൊപ്പം സഹായവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഇന്നത് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട രാജേന്ദ്ര കുടുംബത്തിനും. അവര് ആരും ആരുടെയും ഔദാര്യം ഏറ്റുവാങ്ങുകയല്ല, അവരുടെ അവകാശം അവർ ഏറ്റുവാങ്ങുകയാണ്. കാരണം അവർ പിടിച്ച പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ തണലിൽ നിന്നിട്ടാണ് ഈ പ്രവർത്തനം ഈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർക്കാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ അവനവന്റെ പ്രയാസങ്ങൾക്ക് നടുവിലും മറ്റൊരു കുടുംബത്തിന്റെ അനിവാര്യതയാണെന്ന് പറയുമ്പോൾ അതിനോട് കൂടെ ചേർന്ന് നടക്കാൻ തീരുമാനിച്ച ആളുകൾ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും മാറ്റിവെച്ച് നാടിന്റെ പൊതുവിടങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളാണ് ഇതുപോലെ മനുഷ്യരായി നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള പൊതുവിടങ്ങൾ ഉണ്ടാക്കുന്നത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വിപിൻ കക്കോട്ടുവയൽ അധ്യക്ഷനായി. ട്രസ്റ്റ് വൈസ് ചെയർമാൻ മനോഹരൻ പാറായി സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് കൺവീനർ VK ഷാജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രസ്റ്റിന്റെ ലോഗോ പ്രകാശനം DCC ജനറൽ സെക്രട്ടറി KP സാജു നിർവഹിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, പാഞ്ഞൂർ നഗരസഭ മുൻ ചെയർമാൻ KP ഹാഷിം, പാഞ്ഞൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KP രാമചന്ദ്ര മാസ്റ്റർ, മുസ്ലിം ലീഗ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മയിൽ മുത്താറി, മഹിളാ കോൺഗ്രസ് പാഞ്ഞൂർ ബ്ലോക്ക് പ്രസിഡന്റ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അംഗം KC ബിന്ദു, ട്രസ്റ്റ് ട്രഷറർ VP സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്.
BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. വായന മഹോത്സവത്തിന്റെ ഭാഗമായി നോർത്ത് കൊളവല്ലൂർ ഗുരുദേവ സ്മാരകം LP സ്കൂളിലെ കുട്ടികൾ രചിച്ച കഥാസമാഹാരമായ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ അക്ഷരപ്പൂക്കൾ എന്ന കൃതിയുടെ പ്രകാശനം നടന്നു. പാനൂർ ഉപജില്ലാ ഓഫീസർ ബൈജു കേളോത്ത് പ്രകാശനം നിർവഹിച്ചു. പാനൂർ ഉപജില്ലയിലെ ചെറുപ്പറമ്പ് ഗുരുദേവ സ്മാരകം LP സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ അക്ഷരപ്പൂക്കൾ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. പാനൂർ EO ബൈജു കേളോത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ TK അനിൽകുമാർ ആദ്യ പ്രതി സ്വീകരിച്ചു. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഒറ്റയ്ക്കിരുന്ന് എഴുതി, അങ്ങനെ കഥ എഴുതി, എന്നിട്ട് ഇത് ഇയാൾക്ക് വായിക്കാൻ കൊടുത്തു. അങ്ങനെ ചെയ്യലുണ്ടാവും? ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. പക്ഷെ നിങ്ങളിപ്പോ ചെയ്തത് അത് തന്നെ. ഒരു കഥ എഴുതി, അത് ഇനി പല ശ്രോതാക്കളും അല്ലെങ്കിൽ പല ആളുകൾ അത് വായിക്കുകയാണ്, ആസ്വാദകർ. അപ്പൊ നമ്മളതിനെ ആ പുസ്തകം വായിക്കും.
പുസ്തകത്തിന്റെ പേരെന്താ? അക്ഷര പൂക്കൾ അല്ലെ? നിങ്ങളുടെ സ്കൂള് അതിൽ വന്നിട്ട് നിങ്ങൾ അക്ഷരങ്ങളെ പരിചയപ്പെട്ടു, എന്നിട്ട് നിങ്ങളെ അക്ഷരങ്ങളുടെ കൂട്ടുകാരായി. ഇപ്പോൾ നിങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാശയം, ഒരു കഥ പുറത്തേക്ക് പറഞ്ഞു. വായനയെ പരിപോഷിപ്പിക്കുന്നതിനായി വ്യത്യസ്ത വായനാ ഇടങ്ങളായ ഏറുമാടം, ലൈബ്രറി, മൺവീട്, ഓപ്പൺ ലൈബ്രറി, കുഞ്ഞു വായനക്കൊരിടം എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV വിനോദ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KK വത്സല സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം V അനിഷ, മദർ PTA വൈസ് പ്രസിഡന്റ് V വിൻസി, PTA വൈസ് പ്രസിഡന്റ് K രതീഷ്, വിദ്യാരംഗം ജില്ലാ കമ്മിറ്റി അംഗം അരുൺകുമാർ മാസ്റ്റർ, എഴുത്തുകാരി ലിൻഡ ടീച്ചർ, മാനേജ്മെന്റ് പ്രതിനിധി സന്ദീപ്, സ്റ്റാഫ് സെക്രട്ടറി P നിഷ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുംപാട് SN പുരത്തെ ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സപ്തതി ആഘോഷ ഭാഗമായി ഞായറാഴ്ച സാംസ്കാരിക സംഗമം ഒരുക്കുന്നു. SN പുരത്ത് പ്രത്യേകം സജ്ജമാക്കുന്ന പന്തലിൽ മതം, മാനവികത, ഗ്രന്ഥാലയം എന്ന വിഷയത്തിൽ ചേരുന്ന സംഗമം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SN പുരത്ത് പ്രത്യേകം സജ്ജമാക്കുന്ന പന്തലിൽ മതം, മാനവികത, ഗ്രന്ഥാലയം എന്ന വിഷയത്തിൽ ചേരുന്ന സംഗമം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സുകുമാർ അഴീക്കോടിന് ശേഷം കേരളത്തിലെ സാംസ്കാരിക ശബ്ദമായി അറിയപ്പെടുന്ന ഡോക്ടർ സുനിൽ P ഇളയിടം സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യസഭയിലെ ശ്രദ്ധേയനായ പാർലമെന്റേറിയൻ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാറാണ്. അദ്ദേഹം 10 മണിക്ക് തന്നെ ഏതാണ്ട് അരമണിക്കൂറുകൾ ഉദ്ഘാടനം നിർവഹിക്കും. 10:30 തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. വർത്തമാനകാല സാമൂഹിക അവസ്ഥയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്താണോ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, നമുക്കെല്ലാം അറിയാം, പ്രധാനപ്പെട്ട ഒന്നും മാനവികതയാണ്. അതുപോലെ തന്നെ മതനിരപേക്ഷതയാണ്, സാമൂഹ്യ നീതിയാണ്. ഇത്തരത്തിലുള്ള ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാന കാലഘട്ടത്തിന്റെ പിന്തുടർച്ചയായി ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ കടന്നു വരികയും, പക്ഷേ ഒരു നൂറ്റാണ്ട് ആവുമ്പോഴേക്കും അതിൻ്റെ സ്ഥാനത്ത് ഭൗതികമായി ഒരുപാട് പുരോഗതി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും മാനസികമായി, ആഭ്യന്തരമായി ഒരു വലതുപക്ഷ തീവ്രമായ മാനസികാവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഇത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 70 വർഷത്തിന്റെ ഭാഗമായി നമുക്ക് എന്താണ് ഈ ഒരു വെല്ലുവിളി നേരിടാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഒരു എളിയ സംരംഭ നിലയിൽ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് മതം, മാനവികത, ഗ്രന്ഥാലയം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച 10 മണി മുതൽ ഏതാണ്ട് ഒരു 1:30 ആകുമ്പോഴേക്കും ഈ സംഗമ പരിപാടിക്ക് അവസാനം കുറിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത് ഈ സാംസ്കാരിക സംഗമത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തുന്നത് എല്ലാവർക്കും സുപരിചിതനായ പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ കുമാർ ഇളയിടമാണ്. അദ്ദേഹം കൃത്യമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രാമത്തിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറെ കൂടി പുരുഷ കേന്ദ്രീകൃതമായ പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ആശയം എത്തേണ്ടത് കുടുംബങ്ങളിലാണ്. അപ്പോൾ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കാളിത്തം വഹിക്കാൻ സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇത്തരം ഒരു സംവിധാനം. തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ നീരാളിപ്പിടിയിലേക്ക് സാംസ്കാരിക കേരളം ഒതുങ്ങുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ മാനവികത, മതനിരപേക്ഷത, ജനാധിപത്യം, സാമൂഹ്യനീതി തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇതുപോലുള്ള സാംസ്കാരിക പ്രതിരോധം അനിവാര്യമാണെന്ന് മുകുന്ദൻ മഠത്തിൽ പറഞ്ഞു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ K ബാലകൃഷ്ണൻ മോഡറേറ്ററാകുന്ന പരിപാടിയിൽ മികച്ച പ്രഭാഷകനായ എതിർദിശ സുരേഷ് സംസാരിക്കും. ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി സഹഭാരവാഹികളായ പനോളി രമേശൻ, പനോളി ആണ്ടി, T മനോഹരൻ, CN പ്രജിത്ത് എന്നിവരും അറിയിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ കീഴിലുള്ള ചെറുപറമ്പ് ബഡ് സ്കൂളിന് ഷാഫി പറമ്പിൽ MP യുടെ ഫണ്ടിൽ നിന്നും അനുഭവിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു.
ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിന് 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MP ഫണ്ടിൽ നിന്നും ബസ് അനുവദിച്ചത്. ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. മറ്റന്നാ കാണാം. വടകര ലോക്സഭാ മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി പ്രഖ്യാപിച്ച് ഈ മേഖലയിൽ ഒട്ടേറെ കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. നമ്മുടെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനും ഭരണസമിതിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ കാലിലൊന്ന് വീണിട്ട് ചെറിയൊരു മുറിവ് വന്നാൽ പോലും സഹിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ മക്കളെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ അവര് നടത്തുന്ന ഒരു പോരാട്ടത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസമാവാൻ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് പൊതുസമൂഹം ചിന്തിക്കണം. നമ്മുടെ മക്കളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി നടക്കുമ്പോഴും അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തി വരാതിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് അവരെ കൂട്ടി ഈ മക്കളെയൊക്കെ വന്ന് കാണണം. സമൂഹത്തിൽ ഇങ്ങനെ ആളുകൾ വളരുന്നുണ്ട്, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചുറ്റുപാടിലുമുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോടുള്ള ഉത്തരവാദിത്തമുള്ളവരായിട്ട് നാളെ അവർ വളർന്നു വരുമ്പോൾ ഏത് മേഖലയിലും ഇടപെടേണ്ടതാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിവ് പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ ബഡ്സ് സ്കൂളും സ്പെഷ്യൽ സ്കൂളും ഒക്കെ മാത്രമായി പൊതു വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ അകറ്റപ്പെട്ട് ഈ സമൂഹം ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ആ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന തരത്തിലേക്കല്ല. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത്തരത്തിൽ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസും പ്രോഗ്രാമും കുട്ടികളെ ക്ലാസ് വൈസ് ആയിട്ടാണെങ്കിലും ക്ഷണിച്ചു വരുത്തുന്ന പദ്ധതികൾക്ക് കൂടെ പഞ്ചായത്തിന് തീർച്ചയായിട്ടും നേതൃത്വം നൽകാൻ കഴിയും. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ഫസീല അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്ര മാസ്റ്റർ, സെക്രട്ടറി എബിൻ ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP സമീറ, AP ലിബിഷ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ബിജിഷ, അംഗങ്ങളായ PO റൊജുല, M. ഉഷ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. അശോകൻ, ഇസ്മയിൽ മുത്താറി, VP പ്രകാശൻ, റിനിൽ ചന്ദ്രൻ, N. നാരായണൻ മാസ്റ്റർ, K. മുകുന്ദൻ മാസ്റ്റർ, മൊയ്തു പത്തായത്തിൽ, CDS ചെയർപേഴ്സൺ NP അനിത, അസിസ്റ്റന്റ് സെക്രട്ടറി സാഗർ, ബഡ്സ് സ്കൂൾ ടീച്ചർ സ്വേദിനി തുടങ്ങിയവർ സംസാരിച്ചു. കല്ലിൽ താഴെ പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തീവെച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കല്ലിൽ താഴെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണനെ കൊന്നിട്ടും മരിഷം തീരാതെ 34 വർഷം കഴിഞ്ഞിട്ട് 35ാമത് രക്തസാക്ഷിത്വ ദിനമാചരിക്കേണ്ട മാർച്ച് 4-ാം തീയതി 3-ാം തീയതി അർദ്ധരാത്രിയിൽ വീണ്ടും CPM-ന്റെ കാബാലികർ ആ ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിന് കുടീരത്തിന് വീണ്ടും തല്ലിത്തകർക്കുന്ന കാഴ്ചയാണ് വേദനയോടെ നമ്മൾ ഇന്ന് രാവിലെ കാണേണ്ടി വന്നത്. തകർത്തൊരു ഭാഗം തകർത്ത സ്തൂപത്തിന് പുഷ്പഹാരവും ആ സ്തൂപത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കാൻ മാത്രമേ ഒരുപക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എന്നെപ്പോലുള്ള ഒരു കോൺഗ്രസ്സുകാരന് സാധിച്ചു. കണ്ണീരുറ്റു വീഴുന്ന ബേബി എല്ലാ വർഷവും ഈ ദിവസം അവിടെ വരും. പ്രിയങ്കി എന്ന് പറയുന്ന കുട്ടി ഇന്ന് വലിയ പെണ്ണായി, അവളും വരും. രാവിലെ ബേബി വന്നപ്പോൾ പറഞ്ഞു, ബാലകൃഷ്ണേട്ടനെ കൊന്നതിനേക്കാൾ ദുഃഖമാണ് എനിക്കെന്ന് ഈ സ്തൂപം തകർത്തത് കാണുമ്പോൾ. എന്താണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോവികാരം? എന്നിട്ട് വലിയ ഇറാനിൽ ബോംബ് പൊട്ടിയപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ സമാധാനത്തിനു വേണ്ടി ജാഥ നടത്തുക. DCC ജനറൽ സെക്രട്ടറി VC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം V. രാധാകൃഷ്ണൻ മാസ്റ്റർ, K. ശശിധരൻ, V. ദിവാകരൻ,
PK രാജേന്ദ്രൻ, TP പ്രേമനാഥൻ, സന്ദീപ് കോടിയേരി, KM പവിത്രൻ, അനീഷ് ബാബു, K ഹരീന്ദ്രൻ, M ഉദയകുമാർ, K രമേഷ് കുമാർ, E വിജയകൃഷ്ണൻ, K ഖാലിദ് എന്നിവർ സംബന്ധിച്ചു. CP പ്രസീൽ ബാബു സ്വാഗതവും P ദിനേശൻ നന്ദിയും പറഞ്ഞു. പൊയിലൂർ ശ്രീ നാരായണ മഠം ജംഗ്ഷനിൽ ഷാഫി പറമ്പിൽ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പൊയിലൂർ ശ്രീനാരായണ മഠം ജംഗ്ഷനിൽ ഷാഫി പറമ്പിൽ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എല്ലാവരോടും നന്ദി. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാജുവിനും ബാക്കി എല്ലാവരോടും സ്നേഹാഭിവാദ്യങ്ങൾ, ആശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. തൃപ്പങ്ങട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മുഹമ്മദ്, ബ്ലോക്ക് അംഗം പവിത്രൻ, വാർഡ് അംഗം നിത്യരാജൻ എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും മുൻഗണന നൽകി തൃപ്പങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്വേത ബാലനാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത്. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കുമാണ് ബജറ്റിൽ ഊന്നൽ. 33,88,90,474 രൂപ വരവും 33,37,60,100 രൂപ ചെലവും 51,30,374 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്വേത ബാലൻ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തിലേക്ക് വളരെയേറെ മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തോടൊപ്പം തന്നെ ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്ത PMAY പദ്ധതിയിൽ ഉൾപ്പെടുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ആകെ വികസന ഫണ്ടിന്റെ 20% കൂടുതൽ തുക സമ്പൂർണ്ണ ഭവന പദ്ധതി ലക്ഷ്യം കൈവരിക്കുന്നതിനായി വകയിരുത്തുന്നു. ജനറൽ വിഭാഗം 86 ലക്ഷം രൂപ, പട്ടികജാതി വിഭാഗം 3 ലക്ഷം, പട്ടികവർഗം വിഭാഗം 2 ലക്ഷം രൂപ എന്നിങ്ങനെ. പശ്ചാത്തല മേഖലയ്ക്ക് 3,87,00,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 25,02,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക് വിത്ത് വാക്ക്വേ പദ്ധതി തുടങ്ങിയവയ്ക്കും നരിക്കോട് മലയിൽ സോളാർ ഫെൻസിങ്ങിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഞ്ചായത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും സംസ്ഥാനത്തും രാജ്യത്ത് തന്നെ കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു ബജറ്റുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെ പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നസീമ ചാമാളിയതിൽ, KP അർഷിഫ, VP മുഹമ്മദ്, CK മുഹമ്മദ് അലി, PP പവിത്രൻ, മുനീറ സുഹേർ, CN പവിത്രൻ, AK അജയൻ, സമദ് അർക്കൽ, AK ഭാസ്കരൻ, KC മുകുന്ദൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കല്ലാച്ചി JCIയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സോൺ വൈസ് പ്രസിഡന്റ് വിസിറ്റും കല്ലാച്ചി ഓഫീസേഴ്സ് ട്രെയിനിങ്ങും സംഘടിപ്പിച്ചു. നാദാപുരം പുറമേരിയിൽ നടന്ന പരിപാടിയിൽ സോൺ വൈസ് പ്രസിഡന്റ് KK ആസാദ് വിശിഷ്ടാതിഥിയായി. കല്ലാച്ചി JCIയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സോൺ വൈസ് പ്രസിഡന്റ് വിസിറ്റും കല്ലാച്ചി ഓഫീസേഴ്സ് ട്രെയിനിങ്ങും നാദാപുരം പുറമേരിയിൽ നടന്നു. ഓഫീസേഴ്സ് ട്രെയിനിംഗ് JCI സെനറ്റർ അജീഷ് ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. സോൺ വൈസ് പ്രസിഡന്റ് KK ആസാദ് ഇഫ്താർ ജനറൽ ബോഡിയിൽ വിശിഷ്ടാതിഥിയായി. എന്നുള്ളതാണ് ഈ ഒരു വിസിറ്റിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിലും നിങ്ങളോടൊത്ത് ചേർന്ന് ഒരു ദിവസം, ഒരു വൈകുന്നേര സായാഹ്നം നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിലും. തീർച്ചയായിട്ടും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് നിരവധി പ്രവർത്തനങ്ങൾ JCI കല്ലാച്ചി നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് സോണിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി മേഖലയിൽ നിങ്ങളൊരു ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയുണ്ടായി. ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ നിങ്ങളത് നടത്തി എന്നുള്ളത് സോണിൽ ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. അതോടൊപ്പം നമ്മുടെ ഹാരിസ് മാഷയുടെ നേതൃത്വത്തിൽ അദ്ദേഹം PD ആയിക്കൊണ്ട് നമ്മളൊരു EPS പ്രോഗ്രാം നടത്തി. പ്രശസ്ത പ്രാസംഗികനായ ജാഫർ വാണിമേൽ ഇഫ്താർ സന്ദേശം നൽകി. കല്ലാച്ചി ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഇഫ്താറിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം നൽകിയ ഇഫ്താർ സന്ദേശം കൊളമായിട്ടില്ല എന്ന് ഇപ്പോഴാണ് സമാധാനമായത്. നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും ഒത്തൊരുമയ്ക്കും എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ്. JCI കല്ലാച്ചി പ്രസിഡന്റ് ഷബാന NK അധ്യക്ഷയായി. ഏറ്റവും അഭിമാനപൂർവ്വം പറയട്ടെ, JCI കല്ലാച്ചിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും നമുക്കുള്ള ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ തരാനും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വരവ് ഏറെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇഫ്താറിനായി നമുക്ക് സന്ദേശം നൽകാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗസ്റ്റ് ഓഫ് ഓണർ ജാഫർ മാസ്റ്ററെയും അതേപോലെ മറ്റ് എല്ലാവരെയും ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട്. JCI മുൻ പ്രസിഡന്റ് ഷംസുദ്ദീൻ ഇലത്ത്, നിയാസ് യൂസഫ്, ഹാരിസ്, ഡോക്ടർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആയിഷ തയമ്പത്ത് സ്വാഗതവും സെക്രട്ടറി KP രജീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് JCI അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്ത ഇഫ്താർ വിരുന്നും നടന്നു.
തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ തലശ്ശേരി മേഖലയിലെ ഗ്രന്ഥശാലകളിലെ വനിതാവേദി ഭാരവാഹികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനം തലശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ വി സതി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ തലശ്ശേരി മേഖലയിലെ ഗ്രന്ഥശാലകളിലെ വനിതാവേദി ഭാരവാഹികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സതി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ മുകുന്ദൻ മഠത്തിൽ, ഡോക്ടർ സുധാ അഴീക്കോടൻ എന്നിവർ ക്ലാസ് എടുത്തു. താലൂക്ക് കൗൺസിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി പ്രദീപൻ, എൻ വി രമേശൻ, യു ബ്രിജേഷ്, കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. റേഡിയോ നാടകത്തിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് റേഡിയോ നാടകം. ശബ്ദം മാത്രം കേൾക്കുക. അല്ലേ? അരങ്ങ് കാണാത്ത നടൻ എന്ന് പറഞ്ഞിട്ട് തിക്കോടിയുടെ ഒരു പുസ്തകമുണ്ട്, വായിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്, ആത്മകഥയാണ്. അരങ്ങ് കാണാത്ത നടൻ. തിക്കോടി എന്ന് പറഞ്ഞാൽ തലശ്ശേരി വിന്നേഴ്സ് എന്റർപ്രൈസസ് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം ചിറക്കര പള്ളിത്താഴയിൽ ഇന്ന് രാവിലെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഗൃഹോപകരണങ്ങളുടെയും കാർപ്പറ്റുകളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിന്നേഴ്സ് എന്റർപ്രൈസസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ചിറക്കര പള്ളിത്താഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗൃഹോപകരണങ്ങളുടെയും കാർപ്പറ്റുകളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ഏരിയ സെക്രട്ടറി CPM നൌഫൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വർഷമായി തലശ്ശേരിയിൽ ഹോൾസെയിൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം. എല്ലാവർക്കും വിലക്കുറവിലും നല്ല ഗുണത്തോടു കൂടിയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK സഹദേവൻ, ബിൽഡിംഗ് ഓണർ C റഹീം, വിന്നേഴ്സ് ഗ്രൂപ്പ് ഉടമ NV റനീഷ്, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ക്രോക്കറി, സ്റ്റീൽ, നോൺ സ്റ്റിക്ക്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മാറ്റുകൾ, കാർപ്പറ്റുകൾ, സ്റ്റേഷനറി, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മിതമായ വിലയിൽ മൊത്തമായും ചില്ലറയായി ഇവിടെ ലഭ്യമാണ്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ഉസ്നാസ് ടവറിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലും പ്രവർത്തിക്കുന്ന വിന്നേഴ്സ് എന്റർപ്രൈസസിന്റെ മൂന്നാമത് സഹോദര സ്ഥാപനമാണ് ചിറക്കര പള്ളിത്താഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP. കുഞ്ഞികൃഷ്ണന്റെ തീരുമാനത്തെ വിലമതിക്കുമെന്നും സുധാകരൻ.
ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പനക്കാരനായ വയോധികന്റെ 1000 രൂപ തട്ടിയെടുത്തതായി പരാതി. ലോട്ടറിയിൽ സമ്മാനത്തുകയുടെ ഒരു നമ്പർ കൂട്ടിച്ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്തെ SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വെള്ളിയാഴ്ച ആരംഭിക്കും. തലശ്ശേരിയിൽ 20 കുപ്പി വിദേശ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. RPF നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ ഗോവൻ മദ്യം കണ്ടെത്തിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.